നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ വീഡിയോ ഏറ്റവും പ്രാധാന്യമുള്ളൊരു വീഡിയോ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. മോഹൻലാലിനെ പോലെ മലയാളികൾ ആഘോഷമാക്കിയ മറ്റൊരു പേരില്ല, മറ്റൊരു പേരുണ്ടാകില്ല. അതാണ് മോഹൻലാൽ. 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വില്ലനായി എത്തിയ മോഹൻലാൽ പിന്നീടങ്ങ് അഭിനയ ജീവിതത്തിൽ കാഴ്ചവെച്ച ഓരോ കഥാപാത്രവും മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഞാൻ മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ, ചവിട്ടി താഴ്ത്തുന്നതിന് ഞാൻ പാതാളത്തിലേക്ക്. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ. ഇപ്പൊ അടിക്കടാ. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. ആ ലാലേട്ടൻ്റെ, ആ മോഹൻലാലിൻ്റെ 65ാമത് ജന്മദിനം, ആ പിറന്നാൾ ആഘോഷിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്നു. ആ ആഘോഷത്തിൽ ഞാനും എൻ്റെ കമ്പനിയും കൂടുന്നു. ലാലേട്ടാ, ഇനിയും നിങ്ങൾക്ക് നിരവധി സിനിമ ചെയ്യാനും അതോടൊപ്പം തന്നെ ദീർഘായുസ് തരുവാനും ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ പിറന്നാളാണ്, അതൊന്ന് ആഘോഷമാക്കണ്ടേ? ആഘോഷമാക്കിയാണ് നമ്മൾ. 4 പതിറ്റാണ്ട് പിന്നിട്ട അഭിനയ ജീവിതത്തിലൂടെ ഓരോ മലയാളിയുടെയും മേൽവിലാസത്തിൽ മോഹൻലാൽ എന്ന പേര് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ലാലേട്ടൻ്റെ അഭിനയ മുഹൂർത്തങ്ങളൊക്കെയും മലയാളിയുടെ ജീവിതം തന്നെയായിരുന്നു. പണ്ടൊരു ചൊല്ലുണ്ട്, ആനയും കടലും കണ്ടാൽ നമുക്ക് മതി വരില്ല. അത് പ്രായഭേദ വ്യത്യാസമില്ലാതെ ആനയെ കാണാൻ എന്ത് കൗതുകം, കടലിൽ പോയിരുന്ന തിരമാല കാണാൻ എന്ത് കൗതുകമാണ്. അപ്പം ആനയും കടലിനെയും കണ്ടാൽ നമുക്ക് മതി വരില്ല. ആ പേരിനോട് ഒരു പേരും കൂടെ ചേർക്കാം, മറ്റാരുടെയുമല്ല, മോഹൻലാൽ. ആ ലാലേട്ടൻ്റെ പേരും അതോടൊപ്പം ചേർത്ത് വായിക്കാം. അതാണ് ലാലേട്ടൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വില്ലനായി എത്തിയ മോഹൻലാലിൻ്റെ വളർച്ച പിന്നീട് അത്ഭുതപ്പെടുത്തി ഓരോ മലയാളികളെയും. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും എത്ര കണ്ടാലും മതി വരില്ല എന്നതാണ് ഏറ്റവും വാസ്തവം. നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം അഭിമുഖീകരിച്ചിട്ടുണ്ട്. വിജയപരാജയങ്ങളൊന്നും അദ്ദേഹത്തെ പിടിച്ചിരുത്തിയിട്ടില്ല. അതാണ് ലാലേട്ടൻ. വിജയിക്കുന്ന സിനിമയും വിജയപരാജയങ്ങൾ ഏറ്റുവാങ്ങിയ സിനിമയും ഒരേപോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളംകൈയിൽ ഭദ്രമാക്കി തന്നെയാണ് ലാലേട്ടൻ യാത്ര തുടങ്ങിയത്. ആ ലാലേട്ടൻ്റെ പിറന്നാൾ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ പിറന്നാളാണ് നമ്മൾ ആഘോഷിക്കുക? ഓരോ അഭിനയ മുഹൂർത്തങ്ങളും നിരവധി അവാർഡുകളാണ് വാങ്ങിക്കൂട്ടിയത്. ആ അവാർഡുകൾക്കൊന്നും കണക്കുകളില്ല. അതോടൊപ്പം തന്നെ പുരസ്കാരങ്ങൾക്ക് പുറമെ പത്മശ്രീയും പത്മഭൂഷണും നൽകി രാജ്യത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങിയ നടനാണ് മോഹൻലാൽ. ഇന്ത്യ കണ്ട ഓരോ നടന്മാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് ലാലേട്ടനുള്ളത്. എന്താ മോനെ എന്നൊരു ചോദ്യം മതി മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിക്കാൻ. ലാലേട്ടൻ്റെ സിനിമകൾ, ഓരോ സിനിമകളും എണ്ണിപ്പറയാനുണ്ട്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ലാലേട്ടൻ അഭിനയിച്ചു വെച്ച സിനിമകൾ നമുക്കറിയാം. 6-ാം തമ്പുരാൻ കണ്ടു കഴിഞ്ഞാൽ എഴുന്നേറ്റിരുന്ന് കൈയടിക്കുന്നു, അല്ലേ? തന്മാത്ര കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകും, സതയം കണ്ടാൽ നമ്മൾ ചിന്തിക്കും. അങ്ങനെ നിരവധി സിനിമകൾ. ദൃശ്യത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. അങ്ങനെ എത്രയെത്ര സിനിമകൾ. ഒടുവിൽ എത്തി നിൽക്കുന്നത് എവിടെയാണ്? തുടരും. ലാലേട്ടൻ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. ശരിക്കുള്ള പേര് ഷൺമുഖം എന്നാണ്. ബെൻസ് എന്ന് വിളിക്കും. നിന്റെ കൂട്ടത്തോട് പറഞ്ഞേ മറ്റേ വീട് കാട് കയറിയെന്ന്. തുടരുകയാണ് ലാലേട്ടൻ. എമ്പുരാനും തുടരും മലയാള സിനിമ ലോകമെമ്പാടും എത്തിച്ചു കഴിഞ്ഞു. ലാലേട്ടൻ്റെ റെക്കോർഡ് തകർക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടുമില്ല. അതാണ് ലാലേട്ടൻ. ലാലേട്ടൻ്റെ റെക്കോർഡുകൾ തകർക്കാൻ ആർക്കാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്? ഒരു താരത്തിനും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് തകർക്കണമെങ്കിൽ അദ്ദേഹത്തിന് മാത്രം കഴിയും. അതാണ് എമ്പുരാനും തുടരും കാഴ്ചവെച്ചിരിക്കുന്നത്. തുടരും സിനിമ കണ്ടവർ ഇപ്പോഴും കണ്ണു നനഞ്ഞു തന്നെയാണ് ഇറങ്ങിപ്പോകുന്നത്. അത് എന്തുകൊണ്ടാണ്? ആനന്ദത്തിൻ്റെ കണ്ണീര്. തരുൺമൂർത്തി, നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. കാരണം ആ പഴയ ലാലേട്ടനെ പുതുമയോടുകൂടി ഞങ്ങൾക്ക് തന്നതിന്. തുടരും സിനിമ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ലാലേട്ടനും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 65 വയസ്സായെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പണ്ട് തിലകൻ ചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, ആ വാക്കൊന്ന് നമുക്ക് കേൾക്കാം. അയാൾ മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ആനയെപ്പോലെ നിരവധി കഥാപാത്രങ്ങൾ ലാലേട്ടൻ അഭിനയിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാലേട്ടൻ മുണ്ടുമടക്കി കുത്തി മീശ പിരിച്ചാൽ തിയേറ്ററിൻ്റെ ഉള്ളിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. ലാലേട്ടൻ ഒന്ന് കരഞ്ഞാൽ തിയേറ്ററിൻ്റെ ഉള്ളിലിരുന്ന് ചിന്തിച്ചുകൊണ്ട് കണ്ണുനീർ തുള്ളി
ഓരോ പ്രേക്ഷകർക്കും ഉണ്ടാകും. പിന്നീട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആ മനസ്സിൽ ആ വേദന ഉണ്ടാകും. അങ്ങനെയാണ് ലാലേട്ടൻ ഒരു ആക്ഷൻ രംഗങ്ങളുണ്ടെങ്കിൽ അത് ഹിറ്റാണ്. ലാലേട്ടൻ നല്ല ഡാൻസുമായി വന്നാൽ ആ സിനിമ ഹിറ്റാണ്. ലാലേട്ടൻ ഒന്ന് കണ്ണ് നനഞ്ഞാൽ അതും ഹിറ്റാണ്. അതാണ് ഒരു മാന്ത്രികം എന്ന് പറയുന്നത്. അപ്പോൾ ലാലേട്ട, ഒന്നും പറയാനില്ല, അടിച്ചു പൊളിക്കുക. എവിടെയാണെന്ന്, യാത്രയാണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അടിച്ചു പൊളിക്കുക. ഈ പിറന്നാൾ ദിനത്തിൽ എൻ്റെയും 12 ടോക്സിൻ്റെയും 1000 ജന്മദിനാശംസകൾ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.